ലെറ്റ്സ് മേക്ക് എ ചിക്കൻ ബിരിയാണി. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുത്തു, അതിലേക്ക് കുറച്ച് ഓയിൽ ഇട്ടു, പട്ട ഇട്ടു, ഗ്രാമ്പു ഇട്ടു, നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് ഇടാം. ഇനിയും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എടുക്കുക. സവാള എല്ലാം ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. നമ്മളത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വരിക. അപ്പം നമുക്കറിയാമല്ലോ ഇഞ്ചി വെളുത്തുള്ളി മൂത്തതും സവാള മൂക്കുന്നതും കൂടി അതിൻ്റെ ഒരു നല്ല ഫ്ലേവർ വരും, നല്ല സ്മെല്ല് വരും. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ കഴുകി വെച്ച് കട്ട് ചെയ്ത് നമ്മുടെ ചിക്കൻ എടുത്ത് അതിലേക്ക് ഇടുക. ഇനി നമ്മൾ നല്ല നാടൻ നല്ല നെയ്യുള്ള ചിക്കനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് വരും കേട്ടോ. പിന്നെ അത് നമ്മുടെ ചോയ്സാണ്, നമുക്ക് ഏത് ചിക്കൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് നല്ല നാടൻ നെയ്യുള്ള കോഴിയായിരുന്നു. ആ കോഴി നമ്മൾ എന്തായാലും കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ആവശ്യമുള്ള മസാലകൾ എന്താണെന്ന് നോക്കാം. ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. നമ്മൾ നോർമൽ ആയിട്ടുള്ള മസാലാസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാൻ ആഡഡ് ആയിട്ട് ഒരു കളർ ഫ്ലേവർ ഇട്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചിക്കൻ മസാല യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഈ മസാലകൾ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ആവശ്യമായ മല്ലിയില, പുതിനയില, തക്കാളി. ഒരു വലിയ 2 തക്കാളിയാണ് ഞാൻ അരിഞ്ഞതിനകത്ത് ഇട്ടത്. ഇനി ഇത് നമ്മൾ ഫ്ലേവർ അനുസരിച്ച് ഇടാം. നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇടാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. പുതിനയില ഇടേണ്ടവർക്ക് ഇടാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇതെല്ലാം ഇടുന്നത് ഇതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ നമുക്കിത് ഉണ്ടാക്കാമല്ലോ. നമ്മൾ യൂസ് ചെയ്തത് ഇതെല്ലാമാണ്. അപ്പം ഇതിലേക്ക് ഇനി നമ്മളിത് കറിക്കകത്തേക്ക് ഇടുക. ഇട്ടിട്ട് 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കുക. നല്ല കട്ട തൈരായിരിക്കണം, വെള്ളം മിക്സ് ചെയ്യാൻ പാടില്ല. നല്ല കട്ട തൈര് വീട്ടിലുണ്ടാക്കിയതാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. 1 ടേബിൾ സ്പൂൺ കട്ടത്തൈര് ഇടുക. പിന്നെ ഇനി തൈരും ഈ പറഞ്ഞ മസാലകളെല്ലാം നിങ്ങൾ എടുത്തിരിക്കുന്ന ഫ്ലേവേഴ്സിൻ്റെ അളവനുസരിച്ചിട്ട് ഇടുക. നിങ്ങൾ എടുത്തിരിക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ചിട്ട് അല്ലെങ്കിൽ മസാല ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് എല്ലാ മസാല യൂസ് ചെയ്യുക. തൈരും അതുപോലെ തന്നെ യൂസ് ചെയ്യുക. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കുക. കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് നോക്കുമ്പോൾ ഇതുപോലെ ബ്ലും 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 എന്ന് പറഞ്ഞ് തിളച്ച് വരുമല്ലോ. തിളച്ച് വരുമ്പോഴേക്കും ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് അതിൻ്റെ നെയ്യും ചിക്കൻ്റെ നെയ്യും പിന്നെ എണ്ണയും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടാവും. നമുക്ക് ഏകദേശം നമ്മൾക്കത് തുറക്കുമ്പോൾ തന്നെ ഒരു നല്ല ഫ്ലേവർ വരും. കാരണം നമ്മുടെ മല്ലിയില, പുതിനയില ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേക ഫ്ലേവർ വരും. തക്കാളി നന്നായിട്ട് വെന്ത് അതിനകത്ത് തന്നെ മിക്സ് ആയിട്ടുണ്ടാകും. ഇനി ഇതിന് വേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ വെള്ളം സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ ഇതിനു മുൻപ് വെള്ളം ഒഴിച്ചല്ല ചിക്കൻ വേവിച്ചത്. ഇതെല്ലാം മിക്സ് ചെയ്ത് മസാലയെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ വെച്ച് വേവിക്കായിരുന്നു. ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണിത്. ഇത് എപ്പോഴും നല്ലതാണ് കേട്ടോ. നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ സെപ്പറേറ്റ് ചിക്കൻ വേവിച്ചിട്ടാണ് വെക്കുന്നതെങ്കിൽ ഇതുപോലെ വെള്ളം എടുത്ത് മാറ്റി വെക്കാം. വെള്ളം നമ്മൾ ഒഴിച്ച് ചാറാക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ എന്തായാലും ചിക്കനകത്തും ഇതുപോലെ കുറച്ച് ഗ്രേവി അവൈലബിൾ ആണ്. നമ്മൾ ബാക്കിയുള്ള വെള്ളം എടുത്ത് നന്നായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. വലിയ പാത്രത്തിൽ വേണ്ട, കുറച്ച് ചെറിയൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. ഇനിയും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അരി കഴുകുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ 3 തവണ അരി കഴുകുക. നന്നായിട്ട് അരി കഴുകുക. കാരണം ബാസ്മതി റൈസ് നമുക്ക് അധിക നേരം തിളപ്പിച്ചെടുക്കാൻ പറ്റില്ല. തിളപ്പിച്ചാലും അത് ഭയങ്കരമായിട്ട് കുഴഞ്ഞു. അപ്പോൾ കുറച്ച് സമയം സോക്ക് ചെയ്ത് വെക്കുക വെള്ളം. ഇനിയും അതിലേക്ക് ഇടാൻ ആവശ്യമുള്ളത് മല്ലിയില, പുതിനയില, 5 പച്ചമുളക് നെടുകെ കീറിയത്, ഗ്രാമ്പു, പട്ട, ഏലക്ക, മഞ്ഞൾപ്പൊടി. ഇതിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ വേണമെങ്കിൽ പറഞ്ഞ ഇലകളൊക്കെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഗ്രാമ്പൂവിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. പക്ഷെ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഏലക്ക ആവശ്യത്തിനനുസരിച്ച് ഇടാം, ഗ്രാമ്പു ആവശ്യത്തിനിടാം. വേണമെങ്കിൽ പച്ച കുരുമുളക് നിങ്ങൾക്ക് അതിനകത്ത് ഇടാം, ചതച്ചിട്ടല്ല പച്ചയായിട്ട് തന്നെ ഇടാം. പിന്നെ വേണമെങ്കിൽ നെയ്യ് ചേർക്കാം. ഇപ്പം നമ്മളിത് അടുപ്പയിൽ വെള്ളം വെച്ചിട്ടുണ്ട് ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട്. വെള്ളം വെച്ചു. ഇത് ബാസ്മതി റൈസ് ആയതുകൊണ്ട് നമ്മൾ വെള്ളം അധികം തിളയ്ക്കാതെ എന്നാൽ പച്ചവെള്ളത്തിൽ ഇടാൻ പാടില്ല. വെള്ളം ചെറുതായിട്ട് തന്നെ ഒന്ന് ചൂടാവണം. ആ ചൂടാവുന്ന വെള്ളത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം, അല്ലെങ്കിൽ എണ്ണ ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് കഴുകി വെച്ചിരുന്ന സോക്ക് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ റൈസ് എടുത്ത് അതിലേക്ക് ഇടുക. ഇനി റൈസിനകത്ത് ഇടാൻ എടുത്ത് വെച്ചിരുന്ന നമ്മളുടെ എല്ലാം ഇലകളും പച്ചമുളകും ഏലക്ക, ഗ്രാമ്പൂ, മഞ്ഞൾപ്പൊടി, പട്ട, മല്ലിയിലയും പുതിനയിലയും എല്ലാം കൂടി നമ്മൾ അതിലേക്ക് തട്ടിയിടുക. ഈ റൈസിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും റൈസിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം യൂസ് ചെയ്തത്. നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ഇടാൻ കേട്ടോ. ഇനി ഞാനിതെല്ലാം ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതാണ് നമ്മൾ ഓൾറെഡി. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഓക്കെ, ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം നമ്മൾ ഉപ്പ് ഇനിയും നമുക്ക് ഇനി നമുക്ക് ഉപ്പിടാൻ പറ്റില്ല. അപ്പം അതനുസരിച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ ഉപ്പായോന്ന്. അങ്ങനെ നമ്മൾ അടച്ചു വെച്ച് കുറച്ച് സമയം വേവിച്ചു. നമ്മളുടെ വേവിൻ്റെ പാകമൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാകും. പിന്നെ നമ്മളൊന്ന് നോക്കുക നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന്. പിന്നെ പ്രത്യേകിച്ച് ബാസ്മതി അരിയും ഇങ്ങനെയുള്ള അരികളെല്ലാം ഇട്ടിട്ട് നമ്മൾ ഫുള്ള്
ഇതിലിട്ടിട്ട് നമ്മൾ പോയാൽ ചിലപ്പോൾ ഇത് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. അതുപോലെ തന്നെ നമുക്ക് ചോറുകളൊക്കെ അടച്ച് വാർക്കുന്നതിൽ ഇത് അടച്ച് വാർക്കാനും പറ്റില്ല. അപ്പോൾ അതിൻ്റെ കൃത്യം വേവ് നോക്കി അതനുസരിച്ചിട്ട് മാത്രം എടുക്കുക. ഇനിയും ഇത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. അതായത് അതിൻ്റെ വെള്ളം വാർന്നു പോകണം, എന്നാൽ അത് അടച്ചു വെക്കരുത്. അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിനകത്തിരുന്ന് ആവി കയറി പിന്നെയും വേകും. അപ്പം അതിന് നല്ലത് ഇതുപോലെ എടുത്തിട്ട് അത് തുറന്നു വെക്കാം. മിക്ക വീടുകളിൽ നമ്മൾ ഇപ്പോൾ ചോറൊക്കെ എന്ന് പറയുന്നത് ചിലപ്പോൾ അടച്ചു വാർക്കാതെ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നതും ഉണ്ട് കേട്ടോ. ഈ അരിക്കൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഇതുവരെ എൻ്റെ ചാനൽ കണ്ടിട്ടില്ലാത്തവർ, അതായത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യുക, പറയുക എന്നോട്. പിന്നെ ഇത് നമ്മളും ഈ പറഞ്ഞതുപോലെ ഓരോ വെറൈറ്റി ആയിട്ട് കണ്ട് നമ്മൾ പരീക്ഷിച്ച് നോക്കുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ നമ്മളിത് അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മളുടെ ചിക്കൻ എടുത്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. നമ്മളിപ്പം ഗ്രേവി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ, ആ ചിക്കൻ്റെ ഒന്ന് ശകലം ഉപ്പ് നോക്കുക കേട്ടോ. എടുത്തൊഴിക്കുന്നതിന് മുമ്പ് ഉപ്പൊക്കെ ഓക്കെ ആണോ, പാകത്തിനാണോ, ഉപ്പ് പിടിക്കുന്നുണ്ടല്ലോ, അപ്പം അതൊക്കെ ഓക്കെ ആണോ പാകത്തിനാണോ എന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ചിക്കൻ ഒഴിച്ച് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ എടുത്തു വെച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് ചിക്കൻ ഇട്ടു, നമ്മൾ ചിക്കൻ അതിലേക്ക് ഒഴിച്ചു. ഇനി നമ്മൾ അത് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറേ പാത്രം വേണ്ടി വരും കേട്ടോ. അതെന്തായാലും എന്താ പറയുക, നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ കുറേ പാത്രം കഴുകേണ്ടി വരും. അതേ ഉള്ള ആകെ ഒരു ബുദ്ധിമുട്ടെന്ന് തോന്നുന്നു. ഇതുപോലെ ഫില്ല് ചെയ്ത് വെക്കുക ചിക്കനകത്തേക്ക്. ചിക്കൻ അപ്പോഴും നമ്മൾ സ്റ്റൗവിൽ ഓണാക്കി തന്നെ വെച്ചിരിക്കണം കേട്ടോ. സ്റ്റൗ വെച്ചിട്ട് ഇത് ചിക്കൻ അതിനകത്തേക്ക് ഇടുക. ഇനിയും അതിൻ്റെ താഴെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് തേക്കാം പാത്രത്തിൻ്റെ താഴെ. എന്നിട്ട് നമ്മൾക്ക് ചിക്കൻ അതിനകത്തേക്ക് ഫില്ല് ചെയ്ത് വെക്കാം. ഇനി ചിക്കൻ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളിത് എടുത്ത് മാറ്റി വെച്ചിരുന്ന ചോറുണ്ടായിരുന്നല്ലോ, റൈസ് അതിലേക്ക് ഫില്ല് ചെയ്തു. സെയിം നമ്മൾ അതിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളെടുത്തിട്ട് ഇളക്കുകയൊന്നും ചെയ്യരുത്. ചിക്കൻ ഫില്ല് ചെയ്തു, അതിൻ്റെ മുകളിൽ നന്നായിട്ട് അമർത്തി വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. റൈസ് എല്ലാം സെപ്പറേറ്റ്, അതായത് മിക്സ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഓരോ ലെയറായിട്ട് ഇട്ട് വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പം ഇതങ്ങനെയല്ല. നോർമലായിട്ട് ചിക്കൻ എടുത്ത് നമ്മൾ താഴെ ഫില്ല് ചെയ്തു, അതിൻ്റെ മുകളിലേക്ക് ചോറെടുത്ത് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മൾക്ക് വേണ്ടത് നമ്മളെടുത്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഗ്രേവി ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ പാർട്സിലും എല്ലായിടത്തും എത്തണം ആ ഗ്രേവി താഴേക്ക് ഇറങ്ങണം. എന്നാൽ ചോറിൻ്റെ മുകളിലെല്ലാം ആ ഗ്രേവി ഉണ്ടാവണം. അതുപോലെ ഗ്രേവി നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്യുക. ഇളക്കരുത്, അമർത്തി, അതായത് നമ്മൾ സ്പൂൺ വെച്ചിട്ട് തവിയൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ അമർത്തുമല്ലോ, അങ്ങനെ അമർത്തി നന്നായിട്ട് ഫില്ല് ചെയ്ത് വെക്കുക. ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ ചോറ് അടച്ചു വെച്ച് നമുക്ക് ആവി കയറ്റണം. എങ്കിൽ മാത്രമേ നമ്മുടെ താഴെയുള്ള ചിക്കൻ്റെ ഫ്ലേവറും നടുക്കുള്ള നമ്മുടെ ചോറും മുകളിലുള്ള ഗ്രേവി എല്ലാം കൂടി ആവിയായി വരുള്ളൂ. അതും ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ആവി വന്ന് കഴിയുമ്പം നമ്മുടെ പാത്രം തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ചിക്കൻ്റെ നല്ല സ്മെല്ല് വരും. അത് നന്നായിട്ട് താഴേന്ന് മിക്സ് ചെയ്ത് ആ ചോറിനെയും ചിക്കനെയും ഗ്രേവിയെയും എല്ലാം മിക്സ് ചെയ്യുമ്പം ഇതുപോലെ ഒരു സൂപ്പർ ബിരിയാണി നമുക്ക് മുമ്പിൽ റെഡിയാവും. ഇത് ഞാൻ ആവശ്യമില്ലാത്ത ഒരു ഫ്ലേവറുകളോ കളർ ഫ്ലേവറുകളോ ഒന്നും ആഡായിട്ട് ചെയ്തിട്ടില്ല. നോർമലായിട്ടൊരു ബിരിയാണി, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ട്രൈ ചെയ്ത് നോക്കിയത്. ഞാനും ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തതാണ്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.